അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗൾഫിലൊക്കെ ഇന്ന് നോമ്പാണ്. നാട്ടിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോട് കൂടെ തറാവിയൊക്കെ തുടങ്ങി. നോമ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആ ഒറ്റ ആയത്തിന് മനസ്സിലാക്കിയാൽ എന്ത് രസമാണെന്നറിയോ. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് എല്ലാവരും നോമ്പ് വെൽക്കൂല, കപടന്മാർക്ക് നോമ്പ് വെൽക്കാൻ കഴിയില്ല. സത്യവിശ്വാസികളാണ് നോമ്പിനെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, വസിറു സൗമിൻ കഫു നഫ്സിൻ യാ അഖി അൻകുല്ലിമാ ഇലൈഹി നഫ്സും തസ്തഹി. നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കൽ മാത്രമല്ല, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കുന്നതോടൊപ്പം ഒസിറു സൗമി നോമ്പിൻ്റെ സീക്രട്ട് എന്താണെന്നറിയോ, കഫ് നഫ്സിൻ യാ അഹി, ശരിക്കും മനസ്സിനെ കൺട്രോൾ ചെയ്യാണ്. അതിൻ്റെ സൈക്കോളജി അതാണ്, മനസ്സിനെ ശരിക്കും പിടിച്ചു വെക്കുക. അൻ കുല്ലിമാ ഇലൈഹി നഫ്സുൻ തസ്തഹി, എന്തൊക്കെ നിൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. നാവ്, ചുണ്ട്, കണ്ണ് എല്ലാം എന്തൊക്കെ ആഗ്രഹിക്കോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് നോമ്പ്. അല്ല വെറും ഭക്ഷണം കഴിക്കാതിരിക്കൽ മാത്രമല്ല, കംപ്ലീറ്റ് ക്ലോസ്. അനാവശ്യമായിട്ട് കണ്ണ് ചിന്തിക്കാൻ പാടില്ല, കാണാൻ പാടില്ല. അനാവശ്യമായിട്ട് സംസാരിക്കാൻ പാടില്ല, അനാവശ്യം കേൾക്കാൻ പാടില്ല. മോശമായത് ചിന്തിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, കൈ പ്രവർത്തിക്കാൻ പാടില്ല, കാല് നടക്കാൻ പാടില്ല. കംപ്ലീറ്റ് സ്റ്റോപ്പ്. റമളാൻ ഹിജ്റ 2ാം ഹിജ്റ 2ാം വർഷത്തിലാണ് റമളാൻ നിർബന്ധമായത്, ഈ ആയത്തിറങ്ങിയോടൊപ്പം അല്ലേ? അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 റമളാൻ, റബീഉൽ അവ്വൽ 12 വെക്കുമ്പോൾ 9 റമളാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിട്ടുണ്ട്. 9 വർഷം നോമ്പ് നിർബന്ധമായ അവിടെ മുതൽ 9 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ല പറയാണ്. എല്ലാവരും വിളിക്കുക, അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ടില്ല, സത്യവിശ്വാസികളെ. കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധം കേട്ടോ. എന്തിനാ? കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുൻഗാമികൾക്ക് നോമ്പുണ്ടായിരുന്നു, അവർക്ക് നിർബന്ധമായിരുന്നു. അത് ടൈം ഉണ്ടായിരുന്നില്ല. 10 ദിവസം കുറച്ച് ടൈം, അല്ലെങ്കിൽ കുറച്ച് നേരം, ഒരു ദിവസം, ഇങ്ങനെ 10 ദിവസം, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് മാത്രമാണ് 30 റമളാൻ 30 എന്ന മാസം ഫുള്ള് നമുക്ക് അള്ളാഹു തന്ന വലിയ ഭാഗ്യമാണ്. കമാ കുത്തിബ അല്ലെങ്കിൽ അല്ലക്കും, എന്തിനാണ് ഈ നോമ്പ് വെൽക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവണം. ഈ തഖ്വ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റിയതല്ല. ഹൃദയത്തിൻ്റെ അകത്തളത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേക പ്രക്രിയയാണ്, ഒരു വിശ്വാസമാണ്, ഒരാദർശമാണ്, ഒരു സമാധാനമാണ് തഖ്വ. അത് പുറത്ത് കാണാൻ പറ്റൂല. അത് നോമ്പ് നോറ്റ് ആ ചിന്തകളോട് നോക്കുമ്പോൾ അല്ലാഹു തആല കൽബിലിട്ട് തരുന്ന ഒരു വലിയ ആവേശം. എന്തിനാണ് തഖ്വ ഉണ്ടാകുന്നത് അറിയോ? തഖ്വ ഉണ്ടാവണം എന്തിനാണ്? ആഖിബത്തുലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് ആഖിബത്ത് നന്നായി തീരുക. അവസാനം നന്നായി മരിക്കുന്നവർ മുത്തഖീങ്ങളാണ്, അല്ലാത്തവർ അവസാനം നന്നായി മരിക്കില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് തഖ്വ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്വാ റഅ്സു ശർരി അബാഇലാ. ഇലാഹിന് തഖ്വ ചെയ്തുകൊണ്ടുള്ള ജീവിതം മദാർ കുല്ലി സഅദത്തി, എല്ലാ വിജയത്തിൻ്റെയും പ്രധാന തൂണ്, അടിത്തറ അതാണ്.
അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്, നോമ്പ് വെൽക്കേണ്ടത്, എല്ലാം എല്ലാം എല്ലാം. തഖ്വ ഹൃദയത്തിൽ കറകളഞ്ഞ വിശ്വാസം. എല്ലാ വെള്ളിയാഴ്ചയും വിളിച്ചോതുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം സൂക്ഷിക്കണം. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കിണറുണ്ട്, അല്ല ഒരു കുഴിയുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു അങ്ങോട്ടൊന്നും പോകണ്ടട്ടാ, അവിടെ കുഴിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് പോവില്ല, വേറെ വഴിക്ക് പോകും. പക്ഷെ അള്ളാഹ് നമ്മളോട് പറഞ്ഞു, ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ, നിങ്ങൾ സൂക്ഷിക്കണേ, നരകത്തെ തൊട്ട് സൂക്ഷിക്കണാണ്ട് പോണ്ട. നിങ്ങളെ ഭാര്യനെയും മക്കളെയും ഒക്കെ സൂക്ഷിക്കണം. അത് നമുക്ക് കേൾക്കാൻ എന്തോ ഒരു പ്രയാസം. വേറെ ആൾ വഴി കൂടെ നടന്നുകൊണ്ട് അവിടെ എന്ത് കുഴിയുണ്ടെന്നോ ആനുണ്ടെന്നോ അക്രമമുണ്ടെന്നും പറഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് പോവില്ല. അപ്പോൾ നമ്മൾ 100% അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ് റമളാൻ മാസത്തിൽ നോമ്പ് നിൽക്കുന്നത്.